ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വീട്ടിലെത്തിയ പത്മ ഇനി എൻ്റെ വിവാഹ വാർഷികം ഞാൻ ആഘോഷിക്കാൻ പോവാണ്, 30ാം വിവാഹ വാർഷികം. അത് കേൾക്കുന്ന ഇന്ദ്രജി ചോദിക്കുകയാണ്, എന്താ മമ്മി ഈ പറയുന്നത്? മമ്മി പറയുന്നത് റോങ് അല്ലേ? എങ്ങനെ മമ്മിക്ക് ഈ വിവാഹ വാർഷികം ആഘോഷിക്കാൻ പറ്റും? മമ്മി എന്താണ് ഈ ചെയ്തു കൂട്ടുന്നത്? ഡാഡി അവിടെയല്ലേ എന്ന് പറയുമ്പോൾ, അതെ എനിക്കറിയാം ഇനി എന്താണ് ചെയ്യേണ്ടത്, നീ ഞാൻ പറയുന്നത് പോലെ അങ്ങ് കേട്ടാൽ മതി, വേറെ സംസാരമില്ല എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയോ പറഞ്ഞു കൊടുക്കുന്നു കേട്ടോ. അത് കേൾക്കുന്ന ഇന്ദ്രജ വാ പൊത്തിപ്പിടിക്കുകയാണ്. ഈശ്വര എന്താ ഈ പറയുന്നത് എന്നുള്ള ഭാവത്തിൽ. അതെ ഞാനങ്ങ് പറയുന്നത് നീ കേൾക്കുക, വേറെ പ്രത്യേകിച്ചൊന്നും നീ ചെയ്യേണ്ട എന്ന് പറയുന്നുണ്ട് കേട്ടോ. ശരി മമ്മി ആയിക്കോട്ടെ എന്ന് പറയുന്നു. എന്നാൽ ഈ സമയം സൂര്യയെ തന്നെയാണ് കാണിക്കുന്നത്. സൂര്യയും യതീന്ദ്രനും കൂടി ഈ ലോറിയൊക്കെ നിൽക്കുന്ന ആ ഒരു സ്ഥലമുണ്ടല്ലോ, അങ്ങോട്ടേക്കൊക്കെ പോയി നോക്കുകയാണ്. ലോറിയിൽ ഉണ്ടാവും എന്നൊരു പ്രതീക്ഷയാണ് കേട്ടോ. ലോറിയിലിട്ടാണ് നന്ദിനിയെ തട്ടിക്കൊണ്ട് പോയതെന്നൊരു പ്രതീക്ഷ സൂര്യയുടെ ഉള്ളിലെത്തിയിരിക്കുന്നു കേട്ടോ. അങ്ങനെ ഈ ഗുണ്ടകൾ ഇങ്ങനെ അവളങ്ങൾ ഉണ്ടാവില്ല, അതൊക്കെ ഏകദേശം അറിഞ്ഞ് സൂര്യ അങ്ങോട്ടേക്ക് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. കൂടെ യതീന്ദ്രനും എല്ലാ ലോറികളും കയറി ഇറങ്ങും. പക്ഷെ അതിലൊന്നും നന്ദിനി ഇല്ല കേട്ടോ. അങ്ങനെ സൂര്യക്ക് ഭയങ്കര സങ്കടമാവാണ്. ആ സമയമാണ് കേട്ടോ യതീന്ദ്രൻ്റെ ഫോണിലോട്ട് ഒരു കോള് വരുന്നത്. അപ്പോൾ ഉടൻ തന്നെ യതീന്ദ്രൻ അത് എടുക്കുകയാണ്. അപ്പോൾ പത്മയുടെയാണ്. അപ്പോൾ പത്മ നീ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എങ്ങനെയാണ്? എന്താ നിൻ്റെ സ്വഭാവം എങ്ങനെ? ഇതൊരിക്കലും ശരിയാവില്ല പത്മ, ഇങ്ങനെയൊന്നും പറയല്ലേ. നീ എന്താണ് ഒരു മനുഷ്യജീവനല്ലേ, ഇങ്ങനെ ഒരിക്കലും കാണിക്കാൻ പാടില്ല. ഇല്ല, നിങ്ങൾ ഈ സമയം ഇപ്പോൾ ഈ നിമിഷം ഇങ്ങോട്ടേക്ക് എത്തിയില്ലെങ്കിൽ, കുറച്ച് സമയം ഞാൻ തരും, അതിനുള്ളിൽ നിങ്ങൾ എത്തിയിട്ടില്ലെങ്കിൽ പിന്നീട് ഈ പത്മയില്ല. അത് നിങ്ങൾ ആലോചിക്കുന്നത് നല്ലതാണ്. ഈ പത്മ പറഞ്ഞത് ചെയ്യുന്ന ഒരു പെണ്ണാണെന്ന് നിങ്ങൾക്കറിയാലോ. അതുകൊണ്ട് നിങ്ങൾ കൂടുതൽ എന്നോട് സംസാരിക്കാൻ നിൽക്കണ്ട. ഇപ്പോഴെത്തുന്നെങ്കിൽ എത്തിക്കോ, അതല്ലെങ്കിൽ ഈ പത്മ പിന്നെ നിങ്ങൾ കാണില്ല. ആ സുദേവൻ്റെ മകള് വീട്ടുവേലക്കാരിയെയും കയ്യിൽ പിടിച്ചിട്ട് നിങ്ങൾ ഇരുന്നോളൂ എന്നൊക്കെ അസഭ്യ വാക്കുകളാണ് കേട്ടോ പറയുന്നത്. അങ്ങനെ ഈ സമയം ഉടൻ തന്നെ സൂര്യ ചോദിക്കുകയാണ്, എന്താണെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഒന്നുമില്ല ഡാഡി, എന്താണെങ്കിലും എന്നോട് തുറന്ന് പറ. ഒന്നുമില്ല ഡാഡി, മമ്മി പറഞ്ഞത് മമ്മിയോ അങ്ങോട്ടേക്ക് എത്താനല്ലേ, ഡാഡിയോട് അങ്ങോട്ടേക്ക് എത്താനല്ലേ? അതെ. അല്ലെങ്കിൽ മമ്മി എന്തെങ്കിലും ചെയ്തു കൂട്ടുന്നല്ലേ? അതെ, അവരത് ചെയ്യും. കാരണം അവരുടെ സ്വഭാവം അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ഡാഡി സങ്കടപ്പെടേണ്ട, ഡാഡിയെ അങ്ങോട്ടേക്ക് ഞാൻ വിട്ടുതരാം. മോനെ നീ എന്തൊക്കെയാണ് പറയുന്നത്? നീ ഇങ്ങനെ പോവല്ലേ, ഇനി എന്താ ഇങ്ങനെ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ അത് പിന്നെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഉടൻ തന്നെ ഇതിങ്ങനെ വിങ്ങുകയാണ് കേട്ടോ. നന്ദിനിയുടെ കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് പോകാൻ തോന്നുന്നില്ല ഡാഡി. നന്ദിനിക്ക് ഞാനുണ്ട്, നന്ദിനിയുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തമാണ്, അതുകൊണ്ട് ഞാൻ ചെയ്യും. അപ്പോൾ അതിനു മുന്നേ നമുക്കൊന്ന് പോലീസ് സ്റ്റേഷനിലോട്ട് പോകാമെന്ന് പറയുന്നുണ്ട്. ശരി, നമുക്ക് അങ്ങോട്ടേക്ക് പോകാമെന്ന് പറയുന്നത്. അങ്ങനെ സൂര്യയും അതുപോലെ യതീന്ദ്രനും കൂടി പോലീസ് സ്റ്റേഷനിലോട്ട് പോവാണ്. എന്നിട്ട് കാര്യങ്ങൾ ചോദിക്കുകയാണ്, എന്തായി എന്നൊക്കെ ഇങ്ങനെ അന്വേഷിക്കുമ്പോൾ, അതെ കുറച്ച് ഗുണ്ടകളുടെ താവളമുണ്ടെന്ന് ഇന്ന ഭാഗത്തുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ ആ ഒരു ആളുകൾ അങ്ങോട്ടേക്ക് പോകാൻ നിൽക്കുകയാണെന്ന് സൂര്യയോട് പറയുമ്പോൾ സൂര്യ പറയും, ഞാനും കൂടി അതിൽ ഉൾപ്പെട്ടോട്ടെ എന്ന്. എന്തൊക്കെയാണ് കുട്ടി നീ പറയുന്നത്? അതൊന്നും നിങ്ങൾക്ക് ഉൾപ്പെടാൻ പറ്റത്തില്ല. പോലീസ് ചെയ്യേണ്ട പണികളാണ്, അതിൽ ചിലപ്പോൾ പലതും സംഭവിക്കും. അതുകൊണ്ട് തന്നെ നീ ഇവിടെ നിന്നാൽ മതി സൂര്യ. ഞങ്ങൾ എന്തായാലും നിൻ്റെ ഭാര്യയെ കണ്ടെത്തി എത്തിച്ചു തരേണ്ട ഉത്തരവാദിത്തം ഞങ്ങളിലുണ്ട്, അത് ഞങ്ങൾ എന്തായാലും ചെയ്തിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. ആ സമയം ഈ വാക്കുകൾ കേട്ട ഉടൻ തന്നെ സൂര്യ, നന്ദിനിയെ എനിക്ക് കിട്ടിയാൽ മതി. അപ്പോൾ ഉടൻ തന്നെ യതീന്ദ്രൻ്റെ മുഖത്ത് ഇങ്ങനെ പരവേഷം കാണുന്നുണ്ട് കേട്ടോ. വീണ്ടും യതീന്ദ്രൻ ആ കോള് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ സമയം യതീന്ദ്രൻ്റെ മുഖത്തൊരു ടെൻഷൻ കാണാനുണ്ട്. അത് കാണുന്ന സൂര്യ പറയാണ്, അച്ഛൻ ടെൻഷൻ അടിക്കണ്ട, മമ്മിയുടെ ഫോളായിരിക്കില്ലേ? അതെ മോനെ, അത് വിഷയക്കണ്ട, അവളെന്തോ കാണിച്ചു കൂട്ടിക്കോട്ടെ. ഇല്ല, മമ്മി പറഞ്ഞത് ചെയ്യും. അവർക്ക് അവരുടെ വാശിയാണ് വലുത്, ആ വാശി നിറവേറ്റാൻ അവർ പലതും ചെയ്യും. അതുകൊണ്ട് ഡാഡിയെ ഞാൻ അങ്ങോട്ടേക്ക് ആക്കിത്തരാം, ഡാഡി തനിയെ പോണ്ട എന്ന് പറയാൻ കേട്ടോ. അർദ്ധരാത്രിയായില്ലേ, ഡാഡിയെ ഞാൻ വീട്ടിലോട്ടാക്കിത്തരാം. എൻ്റെ നന്ദിനിയെ കണ്ടെത്തേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണല്ലോ, എൻ്റെ മാത്രം ഉത്തരവാദിത്തം. അവൾ എനിക്ക് വേണ്ടിയുള്ളവളല്ലേ, അല്ലാതെ ആ വീട്ടുകാർക്ക് ആർക്കും വേണ്ടല്ലോ എന്ന് പറയാം കേട്ടോ. ഇതേ സമയം നന്ദിനിയാണ് കാണിക്കുന്നത്. നന്ദിനി ഈ പെൺകുട്ടി മരിച്ച ആ ഷോക്ക് ഉണ്ടല്ലോ, അത് നന്ദിനിയെ വല്ലാതെ ഭയപ്പെടുത്തിയിരിക്കുകയാണ്. നന്ദിനി ആകെ ടെൻഷൻ അടിച്ച് കിടുകിടാ വിറക്കുകയാണ് കേട്ടോ. നന്ദിനിക്ക് ആകെ ടെൻഷനാവുകയാണ്. ഈ സമയം നന്ദിനി, ഈശ്വര എന്ത് പാപികളാണ് ഇവർ എന്തൊരു കഷ്ടമാണ് ഇങ്ങനെ ഒരു പെൺകുട്ടിനെ ഈ കുഞ്ചിഞ്ചായി കൊല്ലുന്നത് കൺമുന്നിൽ കാണേണ്ട ആ അവസ്ഥയുണ്ടല്ലോ. അത് നന്ദിനിക്ക് പറയാനില്ല. ഐസിൽ കാല് വെച്ചതുകൊണ്ട് തന്നെ കാല് വെക്കാനും കഴിയുന്നില്ല, എടുക്കാനും കഴിയില്ല. തൂക്കുകയറിൽ കുരുങ്ങുന്ന ആ ഒരു
സീന്. മരണം മുന്നിൽ കണ്ട നന്ദിനിയുടെ മനസ്സ് വല്ലാതെ നോവിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ സമയം ഗുണ്ടകൾ കയറി വരികയാണ്. എന്താ എന്താ നീ പേടിച്ചു പോയോ? ഈ സമയം നന്ദിനി പറയാണ്, പേടിച്ചത് ആ പെൺകുട്ടിയുടെ ജീവനെ ഓർത്താണ്. നിങ്ങളെപ്പോലെ പിശാചുക്കളെ ഒതുക്കാൻ എൻ്റെ ദൈവം ഒരുക്കിയ ഒരാളാണ് എൻ്റെ സൂര്യ സാറ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കുള്ള ഇതുപോലത്തെ ശിക്ഷ എൻ്റെ സൂര്യ സാർ തന്നെ തരും. ഇവളുടെ ഒരു സൂര്യ സാറിൻ്റെ പുരാണം കേട്ട് മനുഷ്യൻ മടുത്തു. എന്തൊരു കഷ്ടമാണ്, ഇവളുടെ വാ പൊത്തിപ്പിടിക്കുന്നുണ്ട്. ഇല്ലടാ, നിന്നെ ഒതുക്കൂടാ, നിനക്ക് എന്നെ ഇങ്ങനെ ഒളിച്ചിട്ട് ആക്രമിക്കാനല്ലേ കഴിയുള്ളൂ, അല്ലാതെ ഒന്നിനും കഴിയില്ലല്ലോ. സൂര്യ സാറിനെ നേരെ മുന്നിലോട്ട് കൊണ്ടുപോയിട്ട് എന്നെ എന്തെങ്കിലും ചെയ്തു നോക്ക്, നിന്നെ വെറുതെ വിടില്ലടാ, എവിടെയാണെങ്കിലും എൻ്റെ സൂര്യ സാർ ഇങ്ങോട്ടേക്ക് എത്തും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നന്ദിനി ഇങ്ങനെ പറയുമ്പോൾ ഇവർക്ക് ദേഷ്യം പിടിച്ചും കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവളെന്തെങ്കിലും ചെയ്തെങ്കിലും ഉണ്ടല്ലോ, എന്നെ ചെയ്തു നോക്കുക, അപ്പം അറിയാമെന്ന് പറയുന്നുണ്ട്. എന്നാൽ ഈ സമയം പത്മയാണെങ്കിലോ റൂമിലോട്ട് കയറിയിരിക്കുകയാണ്. ഇനി ഞാൻ ജീവിക്കില്ല, ഇനി ഞാൻ മരിക്കുകയാണ്, ഞാൻ പറഞ്ഞ സമയം കഴിഞ്ഞു, അയാൾ ഇതുവരെ എത്തിയിട്ടില്ല, അതുകൊണ്ട് തന്നെ ഞാൻ മരണത്തിലോട്ട് പോവുകയാണെന്ന് പറഞ്ഞ് പത്മ കഥക് അടക്കുകയാണ് കേട്ടോ. ആ സമയം ഇന്ദ്രജയും അതുപോലെ തന്നെ വിജയും വേദയൊക്കെ മമ്മി ചെയ്യല്ല മമ്മി, മമ്മി ഞങ്ങളുണ്ടല്ലോ മമ്മിക്ക്, മമ്മി എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, മമ്മി ഡാഡി വന്നോളൂ, മമ്മി വിഷയമാക്കണ്ട, മമ്മി ഇതിൻ്റെ പേരിൽ തൂങ്ങേണ്ടവളല്ല, മമ്മി മമ്മി തുറക്കൂ എന്നൊക്കെ പറഞ്ഞ് ബഹളം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴാണെങ്കിലോ സൂര്യയും ഈ പറയുന്ന യതീന്ദ്രനും പുറത്തെത്തിയിരിക്കുകയാണ്. അപ്പോൾ യതീന്ദ്രൻ്റെ ഉള്ളിലാണെങ്കിലും നന്ദിനിയെക്കുറിച്ചുള്ള വേദനയാണ്. സൂര്യ, ഇനി നീ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നീ അങ്ങോട്ടേക്ക് പോയിട്ട് എന്താ കാര്യം? ഇല്ല ഡാഡി, ഈ വീട്ടിൽ കിടന്ന് ഉറങ്ങിയാൽ എനിക്ക് ഉറക്കം കിട്ടില്ല, സൂര്യ ഇനി എന്തായാലും പോട്ടെ, സൂര്യക്ക് പോയേ പറ്റത്തുള്ളൂ, കാരണം സൂര്യക്ക് നന്ദിനിയെ രക്ഷിക്കണം, അത് എൻ്റെ കടമയാണ്. അപ്പോൾ പോലീസുകാർ ചെയ്യൂടാ, ഏതോ ഒരു നാട്ടിൽ നമ്മൾ അങ്ങോട്ടേക്ക് പോയിട്ട് എന്ത് കാര്യം, അതൊക്കെ ഡാഡി പറയുന്നത് ശരിയായിരിക്കാം, പക്ഷേ എനിക്ക് പോലീസുകാർ ചെയ്യുമെന്ന് പറഞ്ഞ് എൻ്റെ നന്ദിനിയെ മരണത്തിലോട്ട് വിട്ടുകൊടുക്കാനൊന്നും എനിക്ക് കഴിയില്ല, അവരൊരു പക്ഷേ നേരം വൈകിയിട്ടായിരിക്കും കണ്ടെത്തുക, അപ്പോൾ അത് എനിക്ക് പറ്റത്തില്ല, അതുകൊണ്ട് ഞാൻ പോവുകയാണ് എന്നിങ്ങനെ പറയുമ്പോൾ വാ നമുക്ക് വീട്ടിൽ കയറാം. ആ ശരി. അപ്പോഴേക്കും വേദ ഇറങ്ങി വരികയാണ് കേട്ടോ. ഡാഡി ഡാഡി മമ്മി മമ്മി എന്ന് പറയണം. അപ്പോഴേക്കും സൂര്യയെ ഓടിച്ചില്ലാണ്. ഈ സമയം ഈ സമയം യതീന്ദ്രനും അതുപോലെ ഈ പറയുന്ന സൂര്യയും കൂടി കയറി ചെല്ലുമ്പോൾ ഇന്ദ്രജ പൊട്ടിക്കരയാണ്. മമ്മി ഡോറ് തുറക്ക്, ഡാഡി വന്നിട്ടുണ്ട്, മമ്മി അവിവേഹമൊന്നും കാണിക്കലേ, ഇങ്ങനെ വാശി പാടില്ല മമ്മി, മമ്മി ഡോറ് തുറക്ക്, മമ്മി എന്തിനാ മറ്റുള്ളവർക്ക് വേണ്ടി മമ്മി ഇതൊക്കെ ചെയ്യുന്നത്, മമ്മി ഡോറ് തുറക്ക്, ഡാഡി എത്തിയല്ലോ, പിന്നെ മമ്മിക്ക് എന്താ പ്രശ്നം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ സമയം ഉടൻ തന്നെ ഡാഡി ഒന്ന് വിളിച്ചു നോക്ക്, അല്ലെങ്കിൽ മമ്മി പെട്ടെന്ന് എടുത്തു ചാട്ടം കൊണ്ട് മമ്മി മരണത്തിലോട്ട് പോകും, ഡാഡി ഒന്ന് വിളിക്കും, മമ്മിയെ ഇന്ന് വരെ ഇങ്ങനെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ടുള്ള വലിയ വലിയ വാക്കുകളും ഇവളുടേത് കേട്ടോ, ഇന്ദ്രജയുടേത്. അങ്ങനെ ഈ സമയം യതീന്ദ്രനാണെങ്കിലോ ദേ പത്മേ കഥക് തുറന്നേ, വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഓരോന്ന് ചെയ്യാൻ നിൽക്കണ്ട, ഞാൻ എത്തിയിട്ടുണ്ട്, പത്മേ കഥക് തുറന്നേ. ആ സമയം ഒരു വട്ടം രണ്ടു വട്ടമൊക്കെ തട്ടുമ്പോഴൊന്നും കഥക് തുറക്കുന്നില്ല. പിന്നീട് എന്തായാലും വേണ്ടില്ല, കഥക് തുറക്കുകയാണ് ഈ പറയുന്ന പത്മ കഥക് തുറക്കുമ്പോൾ സൂര്യയുടെ മുഖത്ത് കലിപ്പാണ്. ഹോ, എത്തിയല്ലോ, ഞാൻ പറഞ്ഞ സമയത്ത് നിങ്ങൾ എത്തിയില്ലായിരുന്നെങ്കിൽ നിങ്ങൾ എൻ്റെ മരണം കണ്ടിരുന്നു. ഇത് പറയുമ്പോൾ സൂര്യക്ക് ഇവരോടൊരു പുച്ഛമാണ് തോന്നുന്നത് കേട്ടോ. ഒരു പെൺകുട്ടിയെ കാണാതായിട്ടും ഇവരുടെ വാശിക്കും കുശുമ്പിനും യാതൊരു ഒഴിവില്ലാത്ത ഈ ഒരു സ്വഭാവമുണ്ടല്ലോ. അങ്ങനെ ഈ സമയം ഇവിടെ യതീന്ദ്രൻ ചോദിക്കുകയാണ്, നീ എന്തിനാ എന്നെ ഇത്ര തിരക്ക് പിടിച്ച് വിളിക്കുന്നത്, എന്താണ് നിൻ്റെ പ്രശ്നം, എന്താണ് നിനക്ക് പ്രശ്നമുള്ളത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. ആ സമയം ഉടൻ തന്നെ പറയാണ്, അതെ എനിക്ക് എൻ്റെ 30-ാം വിവാഹ വാർഷികം ആഘോഷിക്കണമെന്നുണ്ട്, അപ്പോൾ അതിന് നിങ്ങളെത്തണം, നിങ്ങളില്ലാതെ ആഘോഷം എനിക്ക് നേടാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഉടൻ തന്നെ സൂര്യ പറയണം, നന്ദിനി പറഞ്ഞ വിവാഹ ആഘോഷിക്കും നിങ്ങളിപ്പോൾ ആഘോഷിക്കാൻ ഉദ്ദേശിക്കുന്നു, എന്നാൽ നന്ദിനി അതിന് പറഞ്ഞപ്പോൾ നിങ്ങളതിന് നിഷേധിക്കുകയല്ലേ ചെയ്തത്. ആ സമയം പറയണം, അതെ നിഷേധിക്കുകയല്ല ചെയ്തത്, എനിക്ക് ഇപ്പോൾ നടത്തണമെന്ന് തോന്നി, ആ സമയം എനിക്ക് നടത്തണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നില്ല, ഈ സമയം എനിക്ക് നടത്തണം. ഇവരുടെയൊക്കെ കുശുമ്പ് ഡാഡി കണ്ടാൽ തന്നെ മനസ്സിലാക്കിക്കോളൂ, ഇവർക്ക് ഈ കുശുമ്പ് മാത്രമേ ഉള്ളൂ, കാരണം എന്തെന്ന് വെച്ചാൽ ഇവർക്ക് മനുഷ്യ സ്നേഹം എന്ന് തൊട്ട് തുരുമ്പി പോയിട്ടില്ല. നന്ദിനി ഉള്ള സമയത്ത് ഇവർക്ക് ആഘോഷിക്കാൻ വയ്യ, അത് നന്ദിനി പറഞ്ഞതുകൊണ്ട്, ഇപ്പോൾ നന്ദിനി പോയതുകൊണ്ട് ഇവർക്ക് ആഘോഷിക്കണം. നന്ദിനി പറയുന്നത് പോലെ എല്ലാവർക്കും മുന്നിൽ നന്ദിനിയെ പ്രദർശിപ്പിക്കാൻ ഇവർക്ക് പറ്റാത്തത് കൊണ്ടാണ്. അത് കേൾക്കുന്നതിനോടുകൂടി പത്മ പറയണ, ആടാ എനിക്ക് അവളെപ്പോലെ സുദേവൻ്റെ കാലിത്തൊഴുത്തി കിടക്കുന്ന അവളെപ്പോലെ ഒരുത്തിയെ എനിക്ക്
മറ്റുള്ളവർക്ക് മുന്നിൽ പ്രദർശിപ്പിക്കാൻ പറ്റില്ലടാ, അവൾ അങ്ങനെയുള്ള പെണ്ണാടാ. അതുകൊണ്ട് തന്നെ ഈ ഒരു വിവാഹ വാർഷികം ഇവിടെ നടക്കണം. അപ്പോൾ യതീന്ദ്രൻ പറയുന്നു നടത്തില്ല, ഇതെന്തായാലും നടത്താൻ സമ്മതിക്കില്ല, നീ വേണ്ടെന്ന് പറഞ്ഞ കാര്യമാണ്. അപ്പോൾ ഈ സമയം പറയാണ് സൂര്യ ഓക്കെ നടത്താം, പക്ഷേ ഈ ഒരു വിവാഹ വാർഷികം നിങ്ങൾ നടത്തുന്നതിന് മുന്നേ എൻ്റെ ഭാര്യ നന്ദിനി ഇവിടെ എത്തും. അതൊന്നും നടക്കില്ലടോ, നിൻ്റെ ഭാര്യ എന്തായാലും എത്തില്ല, പോലീസ് വിചാരിച്ചാൽ നടക്കാത്ത കാര്യമാണ്. അവളെ ആരോ തട്ടിക്കൊണ്ടുപോയി, ഇനി അവൾ വരത്തില്ല, അവൾ നിന്നെ ഇട്ടേച്ച് പോയി. ഇത് കേൾക്കുന്ന സൂര്യക്ക് ദേഷ്യം പിടിക്കാൻ കേട്ടോ. ഈ സമയം സൂര്യ പറയട് എൻ്റെ ഭാര്യ എത്തുമെന്ന് പറഞ്ഞാൽ എത്തും, അപ്പം നിങ്ങൾ ഈ വിവാഹ വാർഷികം വേണ്ടെന്ന് വെക്കുമോ? ഇല്ല, ഞാൻ വെക്കില്ല. നമുക്കൊരു പണി ചെയ്യാം, നിൻ്റെ ഭാര്യ എത്തുമോ ഇല്ലേ എന്നുള്ളത് നിൻ്റെ ഭാര്യ എപ്പോഴും വിശ്വസിക്കുന്ന താനൂരമ്മയുടെ മുന്നിൽ തന്നെ നമുക്കൊരു ട്രോസ് ഇടാം, എന്നിട്ട് അവൾ വരുന്നുണ്ടോ എന്നില്ലേ എന്നുള്ളത് എങ്ങനെയായാലും നോക്കാം, നമുക്കൊരു നറുക്കിട്ടിട്ട് നോക്കാം. അപ്പോൾ ഈ സമയം ഓക്കെ നമുക്ക് നോക്കാം എന്ന് സൂര്യ പറയുകയാണ്. അങ്ങനെ 2 പേപ്പറുകളിൽ ചുരുട്ടി കൂട്ടി പത്മ തന്നെ എഴുതിയിടുകയാണ് കേട്ടോ. അങ്ങനെ പത്മ എഴുതിയിടുന്ന സമയത്ത് സൂര്യ അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. എന്നിട്ട് സൂര്യയോട് പറയണം നീ തന്നെ എടുത്തോ, നിൻ്റെ മുന്നിൽ വെച്ചിട്ട് തന്നെയല്ലേ ഞാൻ ഇട്ടിരിക്കുന്നത്, അപ്പം നീ എടുത്തോ. അങ്ങനെ സൂര്യ എടുക്കുകയാണ്, ആ പേപ്പർ തുറക്കുകയാണ്. അതിലെഴുതിയിരിക്കുന്നത് നന്ദിനി ഒരിക്കലും വരില്ല എന്നാണ്. അപ്പോൾ ഈ സമയത്ത് കാണുമ്പോൾ സൂര്യക്ക് ഭയങ്കര സങ്കടമാവുകയാണ്. ഈ സമയം യതീന്ദ്രനെ ഇത് നോക്കുകയാണ്. ഇപ്പോൾ കണ്ടില്ലേ താനൂരമ്മ പോലും പറയുന്നു വരില്ല എന്ന്, ഞാൻ പറയുന്നതിൽ നിനക്ക് ഇത്ര കുറ്റബോധം വേണ്ട. അപ്പോൾ ഈ സമയം സൂര്യ പറയണേ ഓക്കെ ശരി, എൻ്റെ നന്ദിനിയെ ഞാൻ കൂട്ടിക്കൊണ്ടുവന്നാൽ നിങ്ങൾ ഈ ഒരു 30-ാം വാർഷികം ആഘോഷിക്കില്ലേ? അത് ഞങ്ങളുടെ വിവാഹ വാർഷികമല്ലേ, ഞങ്ങളല്ലേ തീരുമാനിക്കുന്നത്. അപ്പോൾ ഉടൻ തന്നെ എൻ്റെ ഡാഡിയാണ് നിങ്ങളെ കല്യാണം കഴിച്ചിരിക്കുന്നത്, എൻ്റെ ഡാഡിയാണ് ഈ വിവാഹ വാർഷികം വേണ്ടോ വേണ്ടേന്ന് തീരുമാനിക്കുന്നത്, അതുകൊണ്ട് ഡാഡി പറയുന്നത് പോലെ. അപ്പോൾ ഡാഡി പറയുകയാണ് നന്ദിനി വന്നാലും ഇത് ആഘോഷിക്കുമോ? ഓക്കെ ആഘോഷിക്കും. അപ്പോൾ ആ സമയം പത്മ ശരി ഞാനതിനെതിരല്ല, അതിന് അവൾ വന്നിട്ട് വേണ്ടേ, താനൂരമ്മ പോലും പറഞ്ഞു കഴിഞ്ഞു പിന്നെ അല്ലേ എന്ന് പറഞ്ഞ് പുച്ഛിക്കുകയാണ് കേട്ടോ. ആ സമയം സൂര്യക്ക് ഒരു ഫോൺ കോൾ വരികയാണ്. സൂര്യ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഹലോ ഇതാരാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നേ നന്ദിനിയോട് പറയുന്നുണ്ട് എടി നീ കുറേ ആയല്ലോ നിൻ്റെ സ്പൈഡർമാൻ്റെ കഥ പറച്ചിൽ തുടങ്ങിയിട്ട്, അവന് ലൊക്കേഷനും കാര്യങ്ങളും അറിയാതെ സ്പൈഡർമാൻ്റെ പോലെ പറന്ന് ഇവിടെ എത്താനുള്ള കഴിവൊക്കെ അവനുണ്ടോ? ഉണ്ട്, നിങ്ങൾ ഏത് മേൻ്റെ കാര്യം പറഞ്ഞാലും എൻ്റെ സൂര്യ സാറ് ഞാൻ എവിടെയാണോ ഞാനൊരു ആപത്തിൽ പെട്ടാൽ എന്നെ രക്ഷിക്കാൻ എൻ്റെ അരികിലോട്ട് വരുമെന്ന് പറയുമ്പോൾ എന്നാൽ കേൾക്കട്ടെ, അവന് ഞങ്ങൾ ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കുക, അവൻ്റെ ഫോൺ നമ്പർ ഒന്ന് കാട്ടിയേ എന്ന് പറഞ്ഞിട്ട് സൂര്യയുടെ ഫോൺ നമ്പർ വാങ്ങുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ ഗുണ്ടകൾ സൂര്യക്ക് വിളിക്കുന്ന ആ ഒരു സീനാണ് കേട്ടോ. അങ്ങനെയൊക്കെയുള്ള ഒരു എപ്പിസോഡാണ് ഇനി വരുന്നത് കേട്ടോ.